കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ശിഷ്യന്മാർ കൂടിയിരുന്ന് പലരും ആലോചിച്ചു. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ കഴിക്കുവാൻ കിട്ടി, രോഗം വന്നില്ല, പല കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നിറവേറിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ തൻ്റെ കുടുംബത്തെ പുലർത്തുവാനും പറ്റുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അവർ വിചാരിച്ച് താങ്കൾ വിട്ടുവന്ന ആ ഒരു മീൻപിടുത്ത തൊഴിലിനെ തന്നെ തുടർന്ന് ചെയ്യാം എന്ന് ആഗ്രഹിച്ചു ഒരാൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും കൂടെ ചേർന്ന് അവർ അങ്ങനെ. അപ്പോൾ മീൻപിടുത്തക്കാർ അധികമായിട്ട് മീൻ പിടിക്കുവാൻ പോകുന്നത് സന്ധ്യാസമയത്താണ്, രാത്രികളിലാണ് അവരുടെ മീൻപിടുത്തം. നേരം വെളുക്കുമ്പോൾ കരയോട് അവർ വന്നടുക്കുകയും ചെയ്യും. അതേപോലെ ഇവരും ഒരു രാത്രി മീൻ പിടിക്കുവാൻ ഇറങ്ങി. അവർ രാത്രി ഒരുപാട് അധ്വാനിച്ചു. പക്ഷേ പുലർച്ചെയായപ്പോൾ യേശു വന്ന് കരയിൽ നിന്നു. ഇവരിറങ്ങിപ്പോയി. ഇവർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നു, ഇവരുടെ മനോഭാവം, ഇവരുടെ അല്ലെങ്കിൽ ഒന്നുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി ഒന്ന് ഉറപ്പിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ യേശു വന്നു നിന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർ യേശു നിൽക്കുന്നതിനെ കണ്ടിട്ട് അവർക്ക് യേശു ആണെന്ന് മനസ്സിലായില്ല. അപ്പോൾ യേശു ക്രിസ്തു വന്നു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പ്രിയ ദൈവമക്കളെ, അപ്പോൾ നാമും ഇങ്ങനെയാണ് പലപ്പോഴും യേശുവിനെ അന്വേഷിച്ച് ഇറങ്ങും, അല്ലെങ്കിൽ ദൈവജോലി ചെയ്യാമെന്ന് ചെറുതായിട്ടൊക്കെ ചെയ്തു തുടങ്ങി ഇറങ്ങുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റുകളും പേമാരികളും ജീവിതത്തിൽ വാഞ്ഞടിക്കുന്നതും പലവിധമായ കഷ്ടങ്ങളും നാശനഷ്ടങ്ങളും കണ്ണുനീരുകളും വേദനകളും വരുന്നത്. അപ്പോൾ നാം വിചാരിക്കും, കർത്താവേ, ഇനി ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ ജീവിതത്തിന് ഒന്നുമില്ല, ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഉപജീവനം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് തങ്ങളുടെ പഴയ ജോലിക്ക് തിരിഞ്ഞു പോകുന്നവർ ഉണ്ട്. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ ദൈവത്തിന് വിശ്വസിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കഷ്ടവും നഷ്ടവും വന്നാലും പിന്തിരിഞ്ഞ് പഴയ ജോലിക്ക് പോകാതെ ആ ഒരു പിടിച്ച വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ചെറിയ ദൈവജോലിയായിരിക്കാം, അല്ലെങ്കിൽ വലിയ ജോലിയായിരിക്കാം, ഏതായാലും കഷ്ടം വന്നു എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകാതെ അത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഈ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വലതുവശത്തോട്ട് വല വീശുവിൻ എന്ന്. ആ വലതുവശത്തിൽ വല വീശുവിൻ എന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് മനസ്സായിട്ട് നാം കടക്കുകയാണെങ്കിൽ അതിരാവിലെ സമയം ഈ ഒരു വെളുക്കുമ്പോൾ തന്നെ ഈ ശിഷ്യന്മാരെ തേടി തിബേരിയ കടക്കരയിൽ പോയ യേശു നമ്മുടെ ബെഡ്റൂമിൽ ഇറങ്ങി വരും. നാം വെളുപ്പാങ്കാലം എഴിച്ചിരുന്നത് കൊണ്ട് യേശുവിനോട്, കർത്താവേ, നീ എന്നെ അങ്ങനെ നടത്തണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ, ഇന്നും എനിക്ക് മുമ്പോട്ട് വരുവാൻ ഒരു വഴി കാണുന്നില്ല എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് ആ ബെഡ്റൂമിൽ ഇറങ്ങി വരുന്നതും നിങ്ങൾക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നതിനും കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ദൈവം പറഞ്ഞു തരുന്ന ആലോചന അനുസരിച്ച് നടക്കുവാൻ നാം ബാധ്യസ്ഥരാണെങ്കിൽ ഈ മീൻപിടുത്തക്കാർക്ക് ആ വല നിറയെ മീൻ വന്നതുപോലെ, പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പെരുത്ത അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, സുഖം പ്രാപിപ്പാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുവാൻ, നമുക്ക് ഇല്ലായ്മകളെ നിറവേറ്റുവാൻ, ഇങ്ങനെ പല കാര്യങ്ങളെ ചെയ്തു തരുവാൻ യേശുവിനെ കൊണ്ട് കഴിയും. ഒന്നു മാത്രം, ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് കടലിൽ വലതുവശത്തോട്ട് വല വീശിയതുപോലെ കർത്താവ് ഏത് വശത്തോട്ട് നമ്മുടെ ഏത് കാര്യം ചെയ്യുവാൻ പറയുന്നുവോ അത് ചെയ്യുവാൻ നാം മനസ്സ് കാണിക്കുകയും കർത്താവിനോട് കൂടെ ഇരിക്കുകയും ചെയ്താൽ മാത്രം മതി. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിയ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, അങ്ങേ വിശ്വസിച്ച് അങ്ങയുടെ വാക്കിനെ വിശ്വസിച്ച് ദൈവമേ, ഇനി ദൈവവേല ചെയ്യണമെന്ന് ഇറങ്ങിയ ഈ പൈതലുടെ ജീവിതത്തിൽ തങ്ങളുടെ ലോകത്തിലുണ്ടായിരുന്ന അല്പജോലി വിട്ടിട്ട്, അല്ലെങ്കിൽ അല്പ വരുമാനത്തിനുള്ള മാർഗത വിട്ടിട്ട് അങ്ങയുടെ സുവിശേഷം പറയുവാൻ ഇറങ്ങിയിരിക്കുന്ന ഈ വ്യക്തിയെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ദൈവമേ, ഇറങ്ങിയതിന് ശേഷം വന്ന കൊടുങ്കാറ്റ് നിമിത്തം, ജീവിതത്തിൽ വന്ന പലവിധമായ കഷ്ടപ്പാടുകൾ, വേദനകൾ നിമിത്തം വിട്ട പഴയ ജോലി തന്നെ തേടിപ്പോകാമെന്ന് ഇവർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതെല്ലാം ഞാൻ നിങ്ങളെ നടത്താമെന്ന് പറഞ്ഞ് കടൽക്കരയിൽ യേശു അവർക്ക് പ്രത്യക്ഷനായതുപോലെ ഇവരുടെ ബെഡ്റൂമിൽ കർത്താവെ
അതിരാവിലെ സമയം ഇവർ എഴിച്ചിരുന്ന് ഞാൻ ഈ പകൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അങ്ങ് കടന്നു വന്നു. ഒരത്ഭുതം ഇവർ കാണുവാൻ തക്കവണ്ണം ഇവർ മുഖാന്തരം കർത്താവേ, ഇവരുടെ വലയിലാണ് മീൻ അകപ്പെട്ടു എങ്കിലും അത് ലോകർ കണ്ടു, അവിടെ ഇരുന്നവർ കണ്ടു. അതേപോലെ ഇവർക്ക് അങ്ങ് ചെയ്തു കൊടുക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകർ കണ്ട് വിശ്വസിച്ച് അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് അറിവാൻ തക്കവണ്ണം ഒരത്ഭുതം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.